നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കാന്ന് കരുതുന്നു, സേഫ് ആയിട്ടിരിക്കാന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് ആവണക്കെണ്ണ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്, മുടി നല്ല കനത്തിൽ വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാനും പിന്നെ കഷണ്ടിയിലൊക്കെ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ് ആവണക്കെണ്ണ എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആവണക്കെണ്ണ തേച്ചിട്ട് മുടി വളരുന്നില്ല എന്നും. അപ്പൊ ഏത് ആവണക്കെണ്ണയാണ് നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വായിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാൻ രണ്ട് രീതിയിലുള്ള കാസ്റ്റർ ഓയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമലായിട്ട് കിട്ടുന്നതും മറ്റേത് കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിലും. കോൾഡ് പ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി നോർമൽ കാസ്റ്റർ ഓയിലിനേക്കാളും കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിൽ ആണ് കൂടുതൽ നല്ലത്. അത് സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും കോൾഡ് പ്രസ്ഡ് ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ഞാൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൾപ്പിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും എണ്ണ ഡയറക്റ്റ് ചൂടാക്കാൻ പറ്റില്ല, അത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എണ്ണ എടുക്കുന്ന പാത്രമാണ് ചൂടാക്കുന്നത്. ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണയുള്ള പാത്രം നിങ്ങൾ തിളയ്ക്കുന്ന വെള്ളത്തിന് മീതെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാവ് എന്ന ബ്രാൻഡിൻ്റെ കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിലാണ്. നല്ല കാസ്റ്റർ ഓയിലാണ് കേട്ടോ, ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതും ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മുടെ എണ്ണ വാം ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, നല്ല ചൂടോടെ ഒന്നും നമ്മുടെ സ്കാൾപ്പിൽ തേക്കാൻ പാടില്ല, ബേണായി പോവും. അത് നല്ലതല്ല. നമുക്ക് സഹിക്കാവുന്ന ഒരു ചൂട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിയിലല്ല, തലയോട്ടിയിലാണ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട്, നഖം യൂസ് ചെയ്യാൻ പാടില്ല, മുറിയും, സ്കാൾപ്പ് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. അപ്പോൾ ഞാനിത് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം നേരത്തെ വീഡിയോകളിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മുടി വളരുന്ന രീതി അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എനിക്ക് വളരുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വളരുക. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇതൊരു മസാജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്, മസാജർ ബ്രഷ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ മസാജ് ചെയ്യാൻ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ, ഇങ്ങനെ മസാജ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കാനൊക്കെ പറ്റും. ഇതും വാവ് എന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ വിരൽ കൊണ്ടൊക്കെ മസാജ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, നല്ലൊരു ബ്രഷാണ്. അപ്പം ഞാൻ തലയിൽ എണ്ണ തേക്കുന്ന ദിവസം ഇതുപോലെ തലയോട്ടിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കും. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഒരു 1.5-2 മണിക്കൂർ വരെ അങ്ങനെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇതുപോലെ എണ്ണ തേച്ച് വെക്കും. എന്നിട്ട് മാത്രമേ കഴുകിക്കളയാറുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ മൈൽഡ് ഷാമ്പു തന്നെ യൂസ് ചെയ്തിട്ടാണ് കഴുകിക്കളയാറുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യുന്ന ഷാമ്പു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ റീസെന്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാമ്പു ആണ് ഇത് വാവ് എന്ന ബ്രാൻഡിന്റെ ഹിമാലയൻ റോസ് ഷാമ്പുവും അതുപോലെ തന്നെ ഹിമാലയൻ റോസ് ഹെയർ കണ്ടീഷണറും ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുടി നല്ലോണം ഡ്രൈ ആവുന്നവർക്ക് അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷാമ്പുവും കണ്ടീഷണറും ആണിത്. അപ്പോൾ ഈ ഒരു സീസൺ, ഇനി വരാൻ പോകുന്ന വിന്റർ സീസണിലൊക്കെ എന്തായാലും നമ്മുടെ മുടി ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഷാമ്പു ആണ്. അപ്പൊ ഞാനിത് കുറച്ചായിട്ടേ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, എനിക്ക് ചില ഷാമ്പു മൈൽഡ് ആണെങ്കിൽ കൂടിയും ഡ്രൈ ആവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ മൈൽഡ് ഷാമ്പു ഒക്കെ നമ്മൾ എന്താ പറയാ, മറ്റു സാധാരണ ഷാമ്പു പോലെ, സാധാരണ കെമിക്കൽ ഷാമ്പു പോലെ തന്നെ ഒരുപാട് പതഞ്ഞു വരില്ല, വളരെ കുറച്ച് മാത്രമേ വരൂ. അപ്പൊ എന്ന് കരുതി നിങ്ങൾ ഒരുപാട് ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം മതി. അതുകൊണ്ട് തന്നെ സ്കാൾപ്പ് നല്ലോണം ക്ലീൻ ആവും. പിന്നെ ഇന്നിപ്പോ ഞാൻ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല, പകരം ഞാനൊരു റോസ്, ഇതിന്റെ തന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ട്, അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഹെയർ മാസ്ക്. ഇത് ഹിമാലയൻ റോസിന്റെ ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, പക്ഷെ ഈ ഒരു ഹെയർ മാസ്ക് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ ഇതെങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുടിയെ വെറ്റാക്കണം. ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടി കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് ഇടേണ്ടത്. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഓയിൽ ഇടും, എന്നിട്ട് ഷാമ്പു ഇടും, എന്നിട്ട് കണ്ടീഷണർ പകരമാണ് ശരിക്കും കണ്ടീഷണർ ഇടില്ല, പകരം ഈ ഒരു ഹെയർ മാസ്ക് ആണ് ഇടുക. ഹെയർ മാസ്ക് ഇടുന്ന ദിവസം കണ്ടീഷണർ ഇടില്ല, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുടി ഇഴകളിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് അറ്റത്തോട്ടേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈവിരലുകളിൽ എന്തായാലും ബാക്കി ഉണ്ടാവും, അതെടുത്തിട്ട് നമ്മൾ സ്കാൾപ്പിൽ ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റ് നേരം നമ്മുടെ മുടിയിൽ ഇത് വെക്കണം. എന്നിട്ടാണ് നമ്മളിത് കഴുകിക്കളയേണ്ടത്. അപ്പോ ഇതും എന്താ പറയാ നല്ല ഡ്രൈ ആയിട്ടുള്ള പൊട്ടിപ്പോകുന്ന മുടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെയർ പാക്ക് ആണ്. അപ്പൊ ഞാൻ ഒരുപാട് ഹെയർ പാക്കുകളൊന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ട്രൈ ചെയ്ത ഹെയർ പാക്കുകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ പാക്കാണ്. നന്നായിട്ട് മുടി എന്താ പറയാ നല്ല സിൽക്കി സ്മൂത്ത് ആക്കുന്നുണ്ട്, നല്ല എന്താ പറയുക നമ്മൾ പരസ്യത്തിലെല്ലാം കാണുന്നില്ല, അതുപോലെ തന്നെ നല്ല സിൽക്കി സ്മൂത്ത് ആക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഹെയർ പാക്ക് ഷാംപൂ കണ്ടീഷണറേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹെയർ പാക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇവയൊക്കെ കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള, പാരബൻ, സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് വാവ് സ്കിൻ സയൻസ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ പ്രൈസ് എനിക്കിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസ് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പൊ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.